കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ഇന്നത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ വേദനയുടെയും ഭയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാക്ഷ്യമാണ്. അവൻ്റെ ചുറ്റും ശത്രുക്കളുണ്ടായിരുന്നു. അവനെ തകർക്കുവാൻ ആളുകൾ ശ്രമിച്ചു. എന്നാൽ ആ സാഹചര്യത്തിൽ ദാവീദ് ശത്രുക്കളെ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുന്നു. പ്രശ്നം വലുതായപ്പോൾ ദാവീദ് ദൈവത്തെ വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ നമ്മെ വിഴുങ്ങുന്നത് പോലെ തോന്നാം. എനിക്കിനി എന്തു ചെയ്യുവാൻ കഴിയും എന്ന ചോദ്യം ഉയരാം. ആ സമയത്ത് നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ദാവീദ് പറയുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഒരു പ്രശ്നം തീരുന്നതിന് മുൻപ് മറ്റൊരു പ്രശ്നമുണ്ടായി എന്ന് വരാം. പ്രാർത്ഥിച്ചിട്ടും സാഹചര്യം ഉടനെ മാറുന്നതുപോലെ തോന്നാതിരിക്കാം. ശത്രുവിൻ്റെ പോരാട്ടം ഇടവിടാതെയായാലും ദൈവത്തിൻ്റെ കൃപ അതിലും ശക്തമാണ്. നമ്മെ ശത്രുക്കൾ ഞെരുക്കുന്ന സാഹചര്യങ്ങളുണ്ടായാലും നമ്മെ താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മനുഷ്യർ തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവം സംരക്ഷിക്കും. മനുഷ്യൻ വാതിലടച്ചാലും ദൈവം വാതിൽ തുറക്കും. മനുഷ്യൻ മറന്നാലും ദൈവം നമ്മെ മറക്കുകയില്ല. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദാവീദ് ദൈവകൃപയ്ക്കായിട്ട് യാചിക്കുന്നു. അവൻ ശത്രുക്കളെ മാറ്റുവാനല്ല, ദൈവകൃപയ്ക്കായിട്ടത്രേ അപേക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഏതു വലിയ പ്രതിസന്ധിയിലും നിലനിൽക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഞെരുക്കത്തിലാണെങ്കിൽ നിരാശപ്പെടരുത്. നമ്മെ വിഴുങ്ങുവാൻ നോക്കുന്ന സാഹചര്യങ്ങളെക്കാൾ നമ്മുടെ ദൈവം വലിയവനാണ്. അവൻ നമ്മെ സൂക്ഷിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ നിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.